ആൾദൈവം എന്ന് പറയുന്ന ഒരു ദൈവമില്ല ശരിക്കും. അത് നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഈ പ്രപഞ്ച രഹസ്യങ്ങളായിട്ടുള്ള ജ്ഞാനം നമുക്ക് മറ്റൊരാളിലേക്ക് പകരാൻ വേണ്ടി ഒരു ഭാഷയുടെ മാധ്യമം മാത്രമേ ആവശ്യമുള്ളൂ. ഒരു ദൈവത്തോളം ക്വാളിറ്റി അവനിലൂടെ പ്രകടമാവാം. ഒരാൾ വിശ്വാസിയാണ് എന്ന് കരുതിക്കൊണ്ട് അന്വേഷകൻ അല്ലാതിരിക്കണമെന്ന് നിർബന്ധമില്ല. അന്വേഷകൻ വിശ്വാസിയുമാവാം. ഞാൻ എൻ്റെ ലൈഫിലെ എൻ്റെ എക്സാമ്പിൾ തന്നെ എടുത്താൽ ഞാനിതെല്ലാമായിരുന്നു. ഞാൻ ഒരു വിശ്വാസിയായിരുന്നു, നിരീശ്വരവാദിയായിരുന്നു, അതിനുശേഷം അന്വേഷകനായി. ഈ പറയുന്ന എല്ലാ തലങ്ങളും ക്രോസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് ഈ തലത്തിലെത്തിയത്. ഇനി നമുക്ക് പണ്ഡിതനിലേക്ക് പോകാം. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ പാണ്ഡിത്യമുള്ളവൻ മാത്രമേ ഉള്ളൂ. പാണ്ഡിത്യമുള്ളവൻ ഒരിക്കലും ജ്ഞാനിയാവണം നിർബന്ധമില്ല. പുസ്തകത്തിലെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ കഴിവുള്ള ആരാണോ അവൻ പണ്ഡിതനായി കഴിഞ്ഞു. ജ്ഞാനി എന്ന് പറഞ്ഞാൽ അവൻ സ്വയം അനുഭവിച്ചറിഞ്ഞവനെയാണ് ജ്ഞാനി എന്ന് പറയുന്നത്. ആത്മജ്ഞാനി എന്ന് പറയുമ്പോൾ ആത്മാവിനെ അനുഭവിച്ചറിഞ്ഞവൻ, അവൻ പ്രപഞ്ച രഹസ്യങ്ങളെപ്പറ്റി വളരെ വ്യക്തതയുള്ളവനായിരിക്കും ആത്മജ്ഞാനി. അപ്പോൾ ഒരു പണ്ഡിതൻ ഒരിക്കലും ആത്മജ്ഞാനിയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ജ്ഞാനിയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അവൻ്റെ കയ്യിലിരിക്കുന്ന മുഴുവൻ ബുക്കിഷ് ഇൻഫർമേഷൻസ് ആയിരിക്കും. ഈ ഇൻഫർമേഷനെ കോട്ട് ചെയ്തിട്ടായിരിക്കും എപ്പോഴും അവർ സംസാരിക്കുന്നത്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, ചിലർ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടെ ഇങ്ങനെ സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലും. ഇടയ്ക്കിടെ ചിലർ ഇംഗ്ലീഷ് ബുക്സിലെ ചില കോട്ട്സുകളെ എടുത്തു വെച്ച് സംസാരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അവർ ആ ബുക്കിനെ ആധാരമാക്കി സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ സംസ്കൃത ശ്ലോകത്തെ ആധാരമാക്കിയാണ് സംസാരിക്കുന്നത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥ ജ്ഞാനിക്ക് ഒന്നിൻ്റെയും സഹായം ആവശ്യമില്ല. കാരണം ആ ജ്ഞാനം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, അത് പ്രപഞ്ച രഹസ്യങ്ങളാണ്. ഈ പ്രപഞ്ച രഹസ്യങ്ങളായിട്ടുള്ള ജ്ഞാനം നമുക്ക് മറ്റൊരാളിലേക്ക് പകരാൻ വേണ്ടി ഒരു ഭാഷയുടെ മാധ്യമം മാത്രമേ ആവശ്യമുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ മലയാളമായതുകൊണ്ട് ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നു. അത് നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ എൻ്റെ ജ്ഞാനം കറക്റ്റാണ്. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് ഇൻഫർമേഷനായിട്ട് കിടക്കുകയാണ്. ഉദാഹരണത്തിന്, നമ്മൾ കഴിക്കാത്ത ഒരു മാമ്പഴത്തെപ്പറ്റി നമുക്ക് എങ്ങനെ വർണ്ണിക്കാൻ പറ്റും? ഒരു 500 പേജിൻ്റെ ബുക്കിൽ ഒരു പ്രബന്ധം പോലെ എഴുതി വച്ചിരിക്കുകയാണ്. മഞ്ഞ തൊലിയോട് കൂടിയ മഞ്ഞ നിറമുള്ള ഒരു പ്രത്യേക രൂപത്തിലുള്ള, രൂപം എന്താണെന്ന് നമുക്കറിയില്ല, മഞ്ഞ എന്താണെന്ന് നമുക്കറിയില്ല, മധുരം എന്താണെന്നറിയില്ല, രുചി എന്താണെന്നറിയില്ല, ഇത് എങ്ങനെയിരിക്കണമെന്ന് ഒന്നും അറിയില്ല. നേരെ മറിച്ച് ആ മാമ്പഴത്തെ ഒന്ന് അനുഭവിച്ചു, അതിൻ്റെ പേരറിയില്ല. പക്ഷേ ഈ ബുക്ക് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ അപ്പോൾ ബോധ്യപ്പെടും, ഇത് ഞാൻ കഴിച്ച മാമ്പഴത്തെ പറ്റിയാണല്ലോ എഴുതിയേക്കണേന്നുള്ളത്. ഇതാണ് ജ്ഞാനവും മറ്റതാണ് പണ്ഡിതനും. ഇനി നമുക്ക് ആൾദൈവത്തിലേക്ക് വരാം. ആൾദൈവം എന്ന് പറയുന്ന ഒരു ദൈവമില്ല ശരിക്കും. അത് നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഒരു ഹാലൂസിനേഷനിൽ അവരിൽ ഉണ്ടാവുന്നൊരു അനുഭവ തലമുണ്ട്. ആ അനുഭവ തലത്തിൽ അവർക്ക് റിയലൈസേഷൻ വന്നാൽ അവർക്ക് സ്വയം ബോധ്യപ്പെടും ഞാൻ ദൈവമല്ലാന്ന്. അവർക്ക് ആ റിയലൈസേഷൻ ഇല്ലാത്ത അവസ്ഥയിൽ നിന്നാൽ അവരിൽ ഉണ്ടാവുന്ന അനുഭവങ്ങൾ ഇതെല്ലാം ദൈവികത്വമാണ്, ഞാനൊരു ദൈവമാണ് എന്ന തെറ്റിദ്ധാരണയിൽ അവർ സ്വയം ജീവിക്കാൻ നിർബന്ധിതരാവുകയാണ്. അവരങ്ങനെ അഭിനയിക്കുന്നതല്ല, അവരതിൽ നിർബന്ധിതനാവുകയാണ്. കാരണം അവരിലൂടെ എന്തൊക്കെയോ ദൈവം പ്രവർത്തിക്കുന്നു, ഞാൻ ഈ ദൈവത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഞാൻ ദൈവമാണ്, അല്ലെങ്കിൽ ഞാൻ അവതാര പുരുഷനാണ് എന്ന് അവരെ തന്നെ അവർ ബോധ്യപ്പെടുത്തുകയാണ്. അവരാ അവസ്ഥയിലൂടെ ജീവിക്കാൻ നിർബന്ധിതനായിട്ട് മാറുകയാണ്. അതിൽ പെട്ടുപോകുന്നതാണ് ഈ പറയുന്ന മനുഷ്യ ദൈവം എന്ന് പറയുന്നത്. മനുഷ്യൻ മനുഷ്യനായി തന്നെ ഇരിക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും ഒരു മനുഷ്യന് ആൾ ദൈവമാവാൻ പറ്റില്ല. ഒരു ദൈവത്തോളം ക്വാളിറ്റി അവനിലൂടെ പ്രകടമാവാം. അപ്പോഴും അവൻ ഒരു ജ്ഞാനിയാണെന്നോ ഒരു ദൈവമാണെന്നോ അവൻ ഒരിക്കലും പറയില്ല. അവനൊന്നുമല്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ശ്രീനാരായണ ഗുരു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ആൾ ദൈവമാണെന്ന്? ഈ പ്രപഞ്ചത്തിൽ കണ്ടിട്ടുള്ളതിൽ വച്ച്, ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അനേകം മഹത് ഗുരുക്കന്മാരിൽ വച്ച് നമുക്ക് ഏറ്റവും ശ്രേഷ്ഠനായി തന്നെ പറയാം ശ്രീനാരായണ ഗുരുവിന്. അധ്യാപകരിൽ വെച്ച് ഏറ്റവും നല്ല അധ്യാപകനായിരുന്നു. ഒരു സയൻറ്റിസ്റ്റ് എന്ന രീതിയിൽ നോക്കിയാൽ ഏറ്റവും നല്ല സയൻറ്റിസ്റ്റായിരുന്നു. കൃഷിക്കാരൻ എന്ന രീതിയിൽ നോക്കിയാൽ ഏറ്റവും നല്ല കൃഷിക്കാരനായിരുന്നു. ഏത് തലത്തിൽ നോക്കിയാലും നമ്പർ 1 ഒരു റോൾ മോഡൽ ആക്കാൻ പറ്റിയ ഒരു വലിയ മഹാഗുരുവായിരുന്നു. ഈ ഗുരു ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ഞാൻ ദൈവമാണെന്ന്. ആ ഗുരുവിൻ്റെ വാക്കുകളെ ഞാൻ കടമെടുത്ത് പറയാണ്, ഒരു മനുഷ്യനൊരിക്കലും ദൈവമാവില്ല. ദൈവതുല്യമാവാൻ പറ്റും മറ്റുള്ളവരുടെ മനസ്സിൽ. ആ വ്യക്തി ഒരിക്കലും പറയില്ല ഞാൻ ദൈവമാണെന്ന്. ഇനി നമുക്ക് അവധൂതാവസ്ഥയിലേക്ക് വരാം. അവധൂതാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാനുഭവം നേടി ആത്മജ്ഞാനത്തിനിടയിലുള്ള ഒരു ഘട്ടമാണ്.
നമ്മൾ കടൽ നീന്തി കടക്കാൻ വേണ്ടി ഇവിടുന്ന് കടലിലേക്ക് ചാടി അക്കരെ എത്തിയില്ല. അക്കരെ എത്തിയാൽ മാത്രമേ നമുക്ക് കടൽ നീന്തി കടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ കടലിൽ കിടക്കുകയാണ്. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയിട്ടുമില്ല, ആത്മാനുഭൂതിയിൽ ജീവിക്കുകയുമാണ്. നമുക്കൊന്നിനെ പറ്റിയിട്ടും ഒരു ചിന്തയില്ല. ഒന്നിനോടും അറ്റാച്ചഡുമല്ല, ഒന്നിനോടും ഡിറ്റാച്ചഡുമല്ല. എന്നാൽ എല്ലാ ജ്ഞാനവും നമ്മളിലുണ്ട്. പക്ഷെ ഒന്നും നമുക്ക് പ്രകടമാവാനോ നമുക്കത് ഉപയോഗിക്കാനോ നമുക്ക് ഒരിക്കലും ആട്ടുംകാട്ടവും കൂർക്കക്കിഴങ്ങും പോലും അറിയില്ലാത്തൊരവസ്ഥ. നമുക്ക് എന്ത് കിട്ടിയാലും അതെടുത്ത് ഭക്ഷിക്കും. നമ്മൾ നഗ്നരായിട്ട് ചിലപ്പോൾ നടക്കും. ഒന്നിനെ പറ്റിയിട്ടൊരു വ്യക്തതയില്ല. എന്നാൽ അവർക്ക് പല കഴിവുകളും ഉണ്ടാവും. ആ കഴിവ് എവിടെ, എങ്ങനെ, എപ്രകാരം ഉപയോഗിക്കണമെന്ന് പോലും അറിയില്ലാത്ത ഒരവസ്ഥ. ഇതിനെയാണ് നമ്മൾ അവധൂതാവസ്ഥ എന്ന് പറയുന്നത്. അതൊരിക്കലും ജ്ഞാനത്തിൻ്റെ ലക്ഷണമല്ല. ആത്മജ്ഞാനി എന്ന് പറയുന്നത് ആത്മാനുഭവം കഴിഞ്ഞ് നീന്തി മറുകര താണ്ടുന്നവനാണ് ആത്മജ്ഞാനി. ആത്മജ്ഞാനിയായിട്ടുള്ള ഒരുത്തിന് അവധൂതാവസ്ഥയും പണ്ഡിതനും ജ്ഞാനിയും അവധൂതനും എല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇവൻ ആൾദൈവമാണോ അല്ലയോ എന്ന് പോലും ആരും ചോദിക്കാതെ അവന് സ്വയം പറയാൻ പറ്റും അവൻ ആൾദൈവമല്ല എന്ന്. എല്ലാ ജ്ഞാനവും ലഭിച്ചു കഴിയുമ്പോൾ നമുക്കൊന്നേ തോന്നുള്ളൂ, നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമല്ല. നിസ്വാർത്ഥനായി നമുക്ക് നിലകൊള്ളാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ ഗുരു പരമ്പരയുടെ ഒരു ഭാഗമായി, ഈ സൂക്ഷ്മലോകത്തിൻ്റെ വക്താവായി ഒരു പേനയെപ്പോലെ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുക. അത് മാത്രമേ നമ്മളെക്കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ സാധ്യമാവൂ എന്ന സത്യം തിരിച്ചറിഞ്ഞ ശേഷം നമ്മൾ സമാധിയിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ.